കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജിൽ MSF പ്രവർത്തകർ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. കോളേജ് യൂണിയൻ ചെയർമാന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ഉപരോധത്തിനിടെ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രിൻസിപ്പൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവരങ്ങളുമായി നിഖിൽ ചേരുകയാണ്. നിഖിൽ, ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചേർന്ന് അതിനിടയിൽ പ്രിൻസിപ്പൽ അകപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കൃത്യമായി മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിനിടയിൽ പ്രിൻസിപ്പൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ലിനിഷ, ഏതായാലും ഈ ഒരു ഉപരോധത്തിനിടയിൽ പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ആ പോകുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ തടഞ്ഞു വയ്ക്കുന്നതുമൊക്കെ ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ സംഭവങ്ങളുടെ തുടക്കം കോളേജിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ യൂണിയൻ പ്രതിനിധികളായ വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ കയറി വിദ്യാർത്ഥികളോട് ഈ പരിപാടിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. അതിനിടയിൽ ഒരു അധ്യാപകനുമായി തർക്കമുണ്ടാകുന്നു. ഈ അധ്യാപകനുമായി ഉണ്ടായ തർക്കത്തിനിടയിൽ അധ്യാപകനോട് മോശമായി പെരുമാറി എന്നാരോപിച്ചാണ് ഈ യൂണിയൻ ചെയർമാനെ അവിടെ നിന്ന് പുറത്താക്കുന്നത്. ഇതിന് പിന്നാലെയാണ് MSFന്റെ യൂണിറ്റ് ഭാരവാഹികൾ ഉൾപ്പെടെ 100ഓളം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് ഇരച്ച് കയറുന്നത്. പിന്നീട് അവിടെ ഒരു തർക്കം രൂപപ്പെടുന്നു. ഈ തർക്കത്തിനിടയിൽ പുറത്തു പോകാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ തടയുന്നുണ്ട്. ആ തടയുന്നതിനിടയിൽ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് കോളേജിൻ്റെ പരാതി. ഏതായാലും വിദ്യാർത്ഥികൾക്കെതിരെ പോലീസിൽ പരാതി നൽകും എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, നന്ദി നിഖിൽ വിവരങ്ങൾക്ക്.